ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തോരൻ കറിയാണ് കേട്ടോ. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ചേനപ്പൂവ് അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ കറി റെഡിയാക്കുന്നത്. വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഈ പറമ്പിൽ ഈ പുതുമഴ പെയ്തപ്പോൾ ഒരു ചേനപ്പൂ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. വിരിഞ്ഞ് പോകുമ്പം ഇതിന് സഹിക്കാൻ പറ്റാത്തൊരു മണമാണ് കേട്ടോ. അതിനു മുന്നേ നമുക്ക് പറിച്ചിട്ട് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് പറിച്ചെടുക്കാം. പിന്നെ ഇത് ചൊറിയൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ചേന ചൊറിയൂലോ എന്ന് വിചാരിച്ചിട്ട് ഈ ചേനപ്പൂവിന് ഒരു ചൊറിച്ചിലുമില്ല കേട്ടോ. കണ്ടില്ലേ, ഇത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരിയും കൂടി വിരിഞ്ഞാലും കുഴപ്പമില്ല, വിരിഞ്ഞു പോയാൽ പിന്നെ ഇതിന് മണം വരും കേട്ടോ. ഇത് നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് ഒട്ടും കളയാനൊന്നുമില്ല, കംപ്ലീറ്റ് നമുക്ക് എടുക്കാം. ആദ്യം ഞാൻ ഇതിൻ്റെ പുറത്തെ പോള ഇങ്ങോട്ട് എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് കൊത്തി കൊത്തി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അതേപോലെ എല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു സവാള ഇതേപോലെ തന്നെ ചെറുതാക്കി കൊത്തി അരിഞ്ഞിടാം. ഇനി ഒരു 2 പച്ചമുളക് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് തൊട്ട് 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കണമെന്ന് നിർബന്ധമല്ല, എല്ലാം കൂടി ചേർത്തിട്ട് ഒരുമിച്ച് ഇളക്കിയാലും മതി. ഇനി ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ മൂട തുറന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലിപ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ മയമൊന്നുമില്ല. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർക്കാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ കരിഞ്ഞു പിടിക്കും. ഇനി ഇതിലേക്ക് ഒരു 1-1.5 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടി നമുക്കൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചേനപ്പൂവ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ
നിർബന്ധമായിട്ടും ചെനപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.